ജോയേൽ 2:28. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രിയമുള്ളവരെ, മോശ ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ കാനാൻ ദേശത്തേക്ക് നയിച്ചു. ഇതുപോലെ കേരളത്തിലെ കത്തോലിക്ക കരിസ്മാറ്റിക് നവീകരണത്തിനും ഒരു യാത്രയുടെ ചരിത്രമുണ്ട്. ആദ്യകാലങ്ങളിൽ ഒന്നുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് ആയിരക്കണക്കിന് ശുശ്രൂഷകരോ സംവിധാനങ്ങളോ ഓഫീസോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ നവീകരണത്തെ പക്വതയോടെ നയിച്ച കേരളത്തിലെ ചെയർമാൻമാർ, കേരള കരിസ്മാറ്റിക് നവീകരണ സർവീസ് ടീമിൻ്റെ ചെയർമാൻമാർ, മോശയെപ്പോലെ നവീകരണത്തിൽ മുൻപിൽ നിന്നുകൊണ്ട് പ്രതിസന്ധികളുടെ നടുവിൽ അവർ കേരള കരിസ്മാറ്റിക് നവീകരണത്തെ നയിച്ചു. അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരമ്പരയാണ് മോസസ്. ഇതിൽ നമ്മളോടൊപ്പം ആദ്യമായിരിക്കുന്നത് 1981 മുതൽ കേരള കരിസ്മാറ്റിക് നവീകരണത്തെ മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഏവർക്കും പ്രിയപ്പെട്ട എബ്രഹാം പള്ളിവാതുക്കലച്ചനാണ്. പള്ളിവാതുക്കൽ അച്ഛനെക്കുറിച്ച് ഒരു വാക്കിൽ പറഞ്ഞാൽ സ്നേഹമുള്ള അപ്പൻ. ധാരാളം പേരെ സ്നേഹം കൊണ്ട് ഈശോയുടെ സ്നേഹത്തിലേക്കും സഭയുടെ സ്നേഹത്തിലേക്കും വഴി നയിച്ച ഒരു സ്നേഹമുള്ള വൈദികൻ. 1981 മുതൽ 6 കൊല്ലക്കാലം കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ ചെയർമാൻ എന്ന തലത്തിലിരുന്നു കൊണ്ട് നവീകരണത്തെ കേരളത്തിലെ ഇടവകളിലേക്ക് വ്യാപിപ്പിക്കാൻ ഏറെ കഠിനാധ്വാനം ചെയ്ത എബ്രഹാം പള്ളിവാതുക്കലച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ അദ്ദേഹം മനസ്സ് തുറന്ന് പങ്കുവയ്ക്കുന്നു. ഏവരെയും ഈ എപ്പിസോഡിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് ഒരു ജനതയെ ഒന്നായി പുതിയൊരു സെഹ്യോൻ അനുഭവത്തിലേക്ക് ആനയിച്ച ഒരു ഈശോ സഭാ വൈദികൻ ഫാദർ എബ്രഹാം പള്ളിവാതുക്കൽ. ലോകമെങ്ങും കത്തിപ്പടർന്ന സുവിശേഷാഗ്നിയെ പരിശുദ്ധാത്മാഗ്നിയോട് ചേർത്ത് ഉജ്ജ്വലിപ്പിച്ച അഭിഷിക്തൻ. പരിശുദ്ധാത്മാവ് തിരുസഭയിൽ സംസാരിക്കുന്നത് ശ്രവിക്കുവാൻ കരമുയർത്തി സ്വർഗത്തിലേക്ക് നോക്കിയ ഒരു മാർഗദർശി. കൊല്ലം ബിഷപ്പായിരുന്ന ബഹുമാനപ്പെട്ട ജെറോം പിതാവിൻ്റെയും ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ തുരുത്തിമറ്റത്തിൽ അച്ഛൻ്റെയും കാലടിപ്പാടുകളെ പിന്തുടർന്ന് നവീകരണ വഴിയെ സഞ്ചരിച്ച ഈ വൈദികൻ 1981 മുതൽ കേരള സർവീസ് ടീമിൻ്റെ ചെയർമാനായി സേവനം ചെയ്തു. KST എന്ന ഈ ആത്മീയ മുന്നേറ്റത്തിന് തനതായ ശൈലിയും അടിസ്ഥാന പ്രവർത്തന രീതിയും തയ്യാറാക്കുന്നതിൻ്റെ മുഖ്യ പങ്കുവഹിച്ചത് ഈ വൈദികനായിരുന്നു. KSTയുടെ ആസ്ഥാനമായ കളമശ്ശേരിയിലെ എമ്മാവൂസിൻ്റെ ആരംഭവും ജീസസ് യൂത്ത് എന്ന യുവജന മുന്നേറ്റത്തിൻ്റെ മുഖ്യ മാർഗദർശിയും ഈ അഭിഷിക്തനായിരുന്നു. ഇന്ന് മലയാളികൾ നേതൃത്വം കൊടുക്കുന്ന നവീകരണ മുന്നേറ്റ പ്രസ്ഥാനങ്ങളുടെയെല്ലാം അടിസ്ഥാന പ്രവർത്തന ശൈലിക്ക് കാലങ്ങൾക്കു മുൻപേ ദിശാബോധം നൽകിയത് ഈ പുരോഹിതന്റെ ദീർഘവീക്ഷണം അതൊന്നു മാത്രമായിരുന്നു. തൻ്റെ യുവത്വത്തിലെ എല്ലാ കഴിവുകളും നവീകരണ സമൂഹത്തിൻ്റെ രൂപീകരണത്തിനായി സമർപ്പിച്ച് ഇന്നും അതിൽ ഊർജ്ജസ്വലതയോടെ നിലനിൽക്കുന്ന പള്ളിവാതുക്കൽ അച്ഛൻ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനന്ത നന്മയെ നമുക്ക് മുൻപിൽ സ്മരിക്കുന്നു. അച്ഛാ, കേരളത്തിലെ കരിസ്മാറ്റിക് നവീകരണ ചരിത്രത്തിൽ അച്ഛൻ്റെ ദർശനങ്ങളും അച്ഛൻ ആദ്യകാലങ്ങളിൽ നൽകിയ ഊന്നലുകളും ഒരിക്കലും കരിസ്മാറ്റിക് നവീകരണത്തിന് മറക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ആ നവീകരണ ദർശനങ്ങളിൽ ഊന്നി തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും കരിസ്മാറ്റിക് നവീകരണം മുമ്പോട്ട് പോകുന്നത്. അച്ഛൻ കേരളത്തിലെ കരിസ്മാറ്റിക് കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട പള്ളിവാതുക്കലച്ചനാണ്. ചിലരെങ്കിലും വളരെ സ്നേഹത്തോടെ അച്ഛനെ പള്ളിയച്ഛൻ എന്ന് വിളിക്കുമ്പോൾ വളരെ സ്വാതന്ത്ര്യത്തോടെ, അച്ഛൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് വളരെ സ്വാതന്ത്ര്യമുണ്ട്, അച്ഛനിങ്ങോട്ടുമുണ്ട്. തീർച്ചയായിട്ടും അത് കരിസ്മാറ്റിക് നവീകരണത്തിന് നൽകിയ
ഒരു മുൻപോട്ട് പോകാനുള്ള പ്രചോദനം വളരെയേറെയാണ്. ഞങ്ങൾക്ക് ഈ സമയത്ത് അച്ഛൻ്റെ കരിസ്മാറ്റിക് നവീകരണ അനുഭവങ്ങളും അതുപോലെ തന്നെ അച്ഛൻ ആദ്യകാലങ്ങളിൽ കരിസ്മാറ്റിക് നവീകരണത്തിന് നേതൃത്വം നൽകിയ കാലഘട്ടങ്ങളിൽ അച്ഛൻ്റെ ദർശനങ്ങളെക്കുറിച്ചും അച്ഛനിൽ നിന്ന് നേരിട്ട് കേട്ടറിയാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എല്ലാ ശാലോം പ്രേക്ഷകർക്കും വേണ്ടി അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദിയുണ്ട് ഷാജി. തുടക്കത്തിൽ അച്ഛൻ ആരാണ് അത് പലർക്കും അറിയില്ല. ഞങ്ങൾക്ക് അച്ഛൻ്റെ സ്വദേശം എവിടെയാണ്, അച്ഛൻ്റെ ബാല്യകാലം, അങ്ങനെയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അച്ഛനിൽ നിന്ന് ആദ്യം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ. ദൈവകൃപയല്ലാതെ മറ്റൊന്നും എനിക്ക് ആധാരമായിട്ടില്ല. ദൈവം തരാത്തതായിട്ട് എനിക്കൊന്നുമില്ല. ഇന്ന് ഞാൻ സാധാരണ ഒരു പയ്യനായിരുന്നു, ഒരു വൈദിക വിദ്യാർത്ഥിയായിരുന്നു, ഒരു സാധാ വൈദികനായിരുന്നു. എന്നെയാണ് തമ്പുരാൻ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചെന്ന് നിങ്ങൾ അച്ഛൻ്റെ വീടും സ്ഥലവും അച്ഛൻ്റെ സഹോദരങ്ങളെക്കുറിച്ചും. ഞാൻ ജനിച്ചത് കണ്ണാടി എന്ന സ്ഥലത്താണ്, പുളിക്കുന്നിനടുത്ത്. മാതാപിതാക്കൾ, ഞങ്ങൾ 9 മക്കളാണുള്ളത്. അതിൽ അവസാനത്തെ മോനാണ് ഞാനിവിടെ. വയറ് കഴുകി ചെറുക്കൻ എന്നൊക്കെ അവർ വിളിക്കുമായിരുന്നു. വീട്ടിലെ അന്തരീക്ഷം വളരെ ക്രിസ്തീയമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. മാതാപിതാക്കൾ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. കുടുംബ പ്രാർത്ഥന, പരസ്നേഹം, ആ രീതിയിൽ. എൻ്റെ 4 സിസ്റ്റേഴ്സ്, ഞാൻ എല്ലാവരും വലുതാണെന്ന് പറഞ്ഞല്ലോ, എൻ്റെ 4 സിസ്റ്റേഴ്സ് റിലീജിയസ് സിസ്റ്റേഴ്സാണ്. മൂത്ത പെങ്ങളെ മാത്രമേ കെട്ടിച്ചിട്ടുള്ളൂ. മറ്റവരെല്ലാം മഠത്തിൽ പോയി പല സ്ഥലങ്ങളിൽ ജോലിയിൽ വ്യാപൃതരായിരുന്നു. അവരുടെയൊക്കെ മാതൃക എനിക്ക് വളരെയധികം ഉത്തേജനം നൽകിയിട്ടുണ്ട്. കൂടാതെ ഞാൻ ഒരു ഓൾട്ടർ ബോയ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ വന്നുകൊണ്ടിരുന്ന അച്ഛന്മാരെ ഞാൻ സൂക്ഷിച്ച് വീക്ഷിക്കുമായിരുന്നു. അവരുടെ പലരുടെയും ജീവിതങ്ങൾ എനിക്ക് പ്രചോദനമായിരുന്നു ഒരു വൈദികാർത്ഥിയായിട്ട് ചേരാനായിട്ട്. പഠിപ്പിൽ വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല, ആവറേജാണ്. പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ്സ് കോളേജിലെ അന്നത്തെ PUCക്ക് ചേർന്നു. അതോടെ അന്ന് PUC എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രീ യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞിട്ട് ഈശോസഭയിലേക്ക് ഉള്ള വിളി കിട്ടി. അങ്ങനെയാണ് തമ്പുരാൻ്റെ വിളിയെ ഞാൻ സ്വീകരിച്ചു വന്നത്. അപ്പോൾ എന്നെ പഠിപ്പിച്ചിരുന്ന, ഞാൻ നൊവിഷ്യേറ്റും ജൂനിയറേറ്റും ഒക്കെ നടത്തിയത് ഡിൻഡിഗലിൽ വെച്ച് തന്നെയായിരുന്നു. ഫിലോസഫി കൊടൈക്കനാലിലും. പഠിപ്പിച്ച അധ്യാപകരും ഗുരുഭൂതന്മാർ വളരെയധികം മാതൃകാപരമായി ജീവിച്ച് നല്ല മനുഷ്യപ്പറ്റുള്ള ആൾക്കാരായിരുന്നു. അവരുടെയൊക്കെ ജീവിതം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞൊരു 3 വർഷത്തോളം ഞാൻ മാട്ടൂൾ എന്ന സ്ഥലത്ത് റീജൻസിക്ക് പോയി. അവിടെ ഓർഫനേജിലായിരുന്നു. 280 കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ജീവിതം തീർച്ചയായിട്ടും ജീവിത ലാളിത്യത്തിലേക്ക് എന്നെ കൂടുതൽ നയിച്ചു. ഓപ്ഷൻ ഫോർ ദ പുവർ എന്നൊക്കെ പറയുമ്പോൾ പാവങ്ങളോട് പക്ഷം ചേരാൻ അവരിലൊരുവനായിട്ട് ഞാൻ ജീവിച്ച ആ സിംപ്ലിസിറ്റിയിൽ ജീവിക്കാനായിട്ട് തമ്പുരാൻ കൃപ നൽകിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിയോളജിക്ക് പോകുന്നത്. തിയോളജി കേഴ്സിയങ്ങിലായിരുന്നു, വെസ്റ്റ് ബംഗാളിൽ. അതും വളരെ മനോഹരമായിട്ട്, സാധാ ഒരു സ്റ്റുഡൻ്റാണ്, ആവറേജ് സ്റ്റുഡൻ്റാണ്. എന്നിരുന്നാലും ദൈവകൃപയാൽ ബൈബിൾ നന്നായിട്ട് പഠിക്കുന്നതിന് എനിക്ക് അവസരം കിട്ടി അവിടെ. എൻ്റെ പ്രൊഫസേഴ്സൊക്കെ ആ രീതിയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതും എനിക്കൊരു മുതൽക്കൂട്ടാണ്. തിയോളജി 1ാമത്തെ വർഷം മദർ തെരേസയുടെ കൂടി 1 മാസം ചെലവഴിക്കാൻ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു ക്യാമ്പിൽ പോകാനും ഒക്കെയുള്ള സാധ്യത കിട്ടി. അതും വളരെയധികം എൻ്റെ സ്വഭാവ രൂപവൽക്കരണത്തെയും എൻ്റെ ഭാവി ജീവിതത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ കൂടെയുള്ള ജീവിതം, കാലിഘട്ടിലെ മരണാസന്നരായ രോഗികളെ ശുശ്രൂഷിക്കുവാനുള്ള ആ ഒരു വിളി തീർച്ചയായിട്ടും മാനവ കുടുംബത്തോടുള്ള ഒരു വലിയ അടുപ്പത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഓർഡിനേഷൻ ഏത് വർഷമായി? 1971 എൻ്റെ ഓർഡിനേഷന്. അത് ശമ്പക്കുളത്ത് വെച്ചായിരുന്നു. കരുവറ്റായിൽ പിറ്റേ ദിവസം വന്ന് പുത്തൻ കുർബാന ഉണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ അതിൽ പങ്കെടുത്തിരുന്നു. പക്ഷെ അവിടെയെല്ലാം ഒരു സാധാ വൈദികൻ എന്നുള്ള മട്ടിൽ മാത്രമേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അച്ഛനെ ഏറ്റവും ആദ്യം ഏറ്റെടുത്ത ദൗത്യം വൈദികനായതിനു ശേഷം ഞാൻ ഏറ്റെടുത്തതല്ല, എന്നെ അയച്ചതാണ്. ഈശോസഭ എന്നെ അയച്ചത് വടക്കേ മലബാറിൽ പട്ടു എന്ന സ്ഥലത്താണ്. ഒരു ഇറ്റാലിയൻ മിഷണറിയുടെ കൂടെ ഫാദർ സുക്കോൾ,
അദ്ദേഹം 101 വയസ്സിലാണ് മരിക്കുന്നത് കഴിഞ്ഞ വർഷം. അപ്പം അദ്ദേഹം വളരെ പ്രസിദ്ധനായിരുന്നു. പാവങ്ങളോട് പക്ഷം ചേർന്നുകൊണ്ട് അനേകം ആളുകൾക്ക് വീടുകൾ പണിത് കൊടുത്ത്, കിണറുകൾ പണിത് കൊടുത്ത് അനേകം കുടുംബങ്ങളെ രക്ഷിച്ച ഒരു വൈദികനാണ്. അപ്പോൾ ആ കാലയളവിലാണോ അച്ഛൻ കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് കേൾക്കുന്നതും നവീകരണ അനുഭവത്തിലേക്ക്? അത് 1971 അപ്പോൾ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം വന്നിട്ടില്ല. 76 കരിസ്മാറ്റിക് നവീകരണം വരിക. അത് കഴിഞ്ഞ് 72 എന്നെ കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ സ്നേഹസേന എന്നൊരു കുട്ടികളുടെ ഒരു മാഗസീന് അതിൻ്റെ എഡിറ്ററായിട്ട്. അച്ഛൻ സ്നേഹസേനയുടെ എഡിറ്ററായിരുന്നു? എഡിറ്ററായിരുന്നു, തീർച്ചയായിട്ടും. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു 3-4 വർഷം ഞാൻ അതിൻ്റെ എഡിറ്ററായിരുന്നു. അതിൻ്റെ ഡയറക്ടറായിട്ടും ഒക്കെ ഞാൻ ഓടി നടന്നു. അന്ന് സ്കൂളുകളിൽ പോകാനും കുട്ടികളെ കാണാനായിട്ടും കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടുമൊക്കെ ധാരാളം അവസരങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യുവജനങ്ങളെ കണ്ടുമുട്ടാനായിട്ടും അവരുടെ വേദനകളും ഒക്കെ മനസ്സിലാക്കാനായിട്ടുള്ള അവസരം കൂടി അവിടെ ഉണ്ടായിരുന്നു. നവദർശനം എന്ന് പറഞ്ഞ ഒരു യൂത്ത് ഗ്രൂപ്പ് ഞാൻ അവിടെ കോട്ടയത്ത് കുമാരനല്ലൂർ തുടങ്ങിയതാണ്. അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ യൂറോപ്പിൽ നിന്ന് ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞാൻ പോകുന്നതോടുകൂടി അത് അവസാനിച്ചു. ആളുകൾ ചിതറിപ്പോയി പലയിടത്തായിട്ട്. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്നതിന് ശേഷവും കേരളത്തിൽ അച്ഛനെ അറിയപ്പെടുന്നത് യുവജനങ്ങളുടെ സ്നേഹിതനെന്നാണ്. അച്ഛൻ യുവജനങ്ങളുടെ തോളെ കൈയിടുന്ന, അവരെ സ്നേഹപൂർവ്വം ശാസിക്കുന്ന ഒരു അച്ഛനെന്നാണ് കേരളത്തിൽ എല്ലാവരും അച്ഛനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് അച്ഛന് അതിന് മുൻപേ കർത്താവ് തന്നൊരു ഫോർമേഷൻ തന്നെയാണ്. ഒരു ഫോർമേഷൻ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം ധ്യാനങ്ങൾ കൊടുക്കാൻ, ബിബ്ലിക്കലായിട്ടുള്ള ധാരാളം ധ്യാനങ്ങൾ കൊടുക്കാൻ എനിക്ക് അവസരം ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സിനും ഇടവകകളിലും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ അധ്യാപകരെ സ്വാധീനിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു. ചങ്ങനാശ്ശേരി കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലെ അധ്യാപകർ പല സ്ഥലങ്ങളിൽ വൺ ഡേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവർ വരുമായിരുന്നു. അവരോടൊക്കെ വിദ്യാർത്ഥിനികളുടെ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനായിട്ടും ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള നല്ല ഏജൻസാക്കി അവരെ രൂപാന്തരപ്പെടുത്താനുമുള്ള അവസരങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തമ്പുരാൻ ഒത്തിരി ഔദാര്യപൂർവ്വം എന്നോട് പെരുമാറി. ഹി ഹാസ് ത്രോൺ മീ ഇൻ ടു ദ മിനിസ്ട്രി എന്ന് തന്നെ പറയാം. കാരണം സാധാ വൈദികനായിരുന്നു, എനിക്ക് നാണം കുടുങ്ങിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ അവസരങ്ങൾ കിട്ടിയപ്പോൾ അവസരത്തിനൊത്ത് ഉണരാനായിട്ടുള്ള കൃപ കൂടി തമ്പുരാൻ തന്നിട്ടുണ്ട്. ആദ്യത്തെ ധ്യാനം എവിടെയായിരുന്നു അച്ഛൻ്റെ കരിസ്മാറ്റിക് ധ്യാനം? ഞാൻ ക്രൈസ്റ്റ് വെച്ചാണ്. ഫാദർ ഹിലരി മിറാൻഡയും ടെറൻസ് ഫോണും രണ്ടുപേരുമാണ് ധ്യാനിപ്പിച്ചത്. 1978. ആ ധ്യാനം എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു. കാരണം ഒരു സാധാ വൈദികനായിരുന്ന എനിക്ക് പരിശുദ്ധാത്മ സഹായത്തോടുകൂടി വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് എന്നെ ഉപയോഗിക്കും എന്ന് അവിടെ ഒരു പ്രൊഫസി മാതിരി ടെറൻസ് ഫോൺ എന്നോട് പറഞ്ഞു. അപ്പോൾ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായിരുന്നു. ഞാൻ ആ ധ്യാനം എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ സാധാരണ ഒരു 10-15 പേർക്ക് ഡയറക്ടർ റിട്രീറ്റൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത് ഒരു വലിയ സംഖ്യ, ഒരു 100-150 പേർക്ക് ഒക്കെ ഒരുമിച്ച് വന്ന് ദൈവാഭിമുഖ്യത്തിലേക്ക് വരാനായിട്ടും പരോന്മുഖരാകാനായിട്ടും സാധിക്കുന്ന ഒരു വേദിയായിട്ട് ഞാൻ കരിസ്മാറ്റിക് നവീകരണത്തെ കണ്ടു. പക്ഷേ സാധാരണ ധ്യാനം കൂടുന്ന ആളുകൾക്കൊരു വ്യക്തിപരമായ ദൈവാനുഭവം ഉണ്ടാകുമല്ലോ. അച്ഛൻ ആദ്യത്തെ ധ്യാനം കൂടിയപ്പോൾ ഒരു വൈദികൻ എന്ന വണ്ണമാണ് അച്ഛൻ ആദ്യം ധ്യാനം കൂടുന്നത്. അപ്പോൾ അച്ഛനുണ്ടായൊരു ആദ്യത്തെ കരിസ്മാറ്റിക് ധ്യാനത്തിൽ അച്ഛനുണ്ടായൊരു ദൈവാനുഭവത്തെക്കുറിച്ച് പറഞ്ഞാൽ? വലിയ ഒച്ചപ്പാടും ബഹളവും ഉള്ള ഒരു ദൈവാനുഭവമല്ല. വളരെ ക്വയറ്റായിട്ട് എൻ്റെ ജീവിതം, എൻ്റെ നാണവും എൻ്റെ പേടിയും ഒക്കെ മാറി കൂടുതൽ ധൈര്യത്തോടു കൂടി വചനം പ്രഘോഷിക്കുവാനുള്ള അവസരം തമ്പുരാൻ തന്നു. ആ അവസരത്തെ ഉപയോഗിച്ചപ്പോഴത്തേക്ക് കൂടുതൽ പടിപടിയായിട്ട് എനിക്ക് വളർച്ച ഉണ്ടായി. അതായിരുന്നു. അങ്ങനെ അത് ഗ്രാജുവലായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വളർച്ചയല്ല ഉണ്ടായിട്ടുള്ളത്. ഗ്രാജുവലായിട്ടുള്ള വളർച്ചയാണ്. അത് ജീവിതത്തിലുടനീളം ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. തൻ്റെ ജനത്തെ തൻ്റെ അരൂപിയുടെ ശക്തിയിൽ നയിക്കുവാൻ ദൈവം ഈ വൈദികന്റെ ശിരസിൽ ഒരു അഗ്നിനാളം നൽകി. നാവിൽ കനലു നൽകി. ഹൃദയത്തിൽ വചന വെളിച്ചം നൽകി. ആത്മാവിൽ പുതിയ ദാനങ്ങളും കൃപകളും നൽകി.
വരദാനങ്ങളും ഫലദാനങ്ങളുമായി പുതിയ ദർശനം നൽകി അവിടുന്ന് ഈ പുരോഹിതന്റെ ജീവിതത്തെ ഉജ്ജ്വലിപ്പിച്ചു. കേരള കത്തോലിക്കാ സഭയുടെ തനതു പാരമ്പര്യ ശൈലിയിൽ നിന്നും മാറി വരദാന ഫലങ്ങളെ പ്രകടമാക്കുന്ന പുതിയ പന്തക്കുസ്താനുഭവം ഒരു വിരുന്നായി സഭാമക്കൾക്ക് വിളമ്പുവാൻ ഈ ആത്മീയ വെളിച്ചം ഈ പുരോഹിതന് ശക്തിയായി. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ കരം എന്നും ഇദ്ദേഹത്തെ വഴി നടത്തി. അപ്പോൾ അന്ന് ഈ ധാരാളം ആളുകൾക്കൊന്നും കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അച്ഛൻ ഈ ധ്യാനം കൂടിയപ്പോൾ അച്ഛൻ ഇതിനോടൊരു ഇഷ്ടം തോന്നാൻ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്, ഈ കരിസ്മാറ്റിക് നവീകരണത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് തോന്നാൻ അച്ഛനെ ഇതിലേക്ക് ആകർഷിച്ച ഘടകം എന്തായിരിക്കും അച്ഛൻ? ഇതിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം ഞാൻ കണ്ടു. ഇതിലൂടെ തമ്പുരാൻ അനേകരെ സ്വാധീനിക്കുന്നതായിട്ട് കണ്ടു. എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന എല്ലാവരിലും വലിയൊരു മാറ്റം സംഭവിച്ചതായിട്ട്. 100-120 പേരുണ്ടായിരുന്നു. വൈദികർ ധാരാളം ഉണ്ടായിരുന്നു. വൈദികർ കുറച്ച് പേര്, 10-12 പേര്, സിസ്റ്റേഴ്സ് 10-20 പേര്, ബാക്കി ആത്മായ സഹോദരങ്ങളായിരുന്നു. അപ്പം അത് തന്നെ എനിക്ക് വലിയൊരു പ്രചോദനമായിരുന്നു. കൂട്ടായ്മയിൽ ഒരുമിച്ച് വന്നിട്ട് ദൈവവചനം കേൾക്കാനും പ്രതികരിക്കാനുള്ള സാധ്യതയൊക്കെ വന്നപ്പോഴത്തേക്ക് ഈശോ വിഭാവനം ചെയ്ത ഐക്യത്തിലേക്ക് സഭയെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത കൂടി ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായി. പിന്നീട് എന്നിട്ട് എങ്ങനെയായിരിക്കും അച്ഛൻ ഈ കരിസ്മാറ്റിക് നവീകരണത്തിൽ വളരുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, പിന്നീട് അച്ഛൻ എങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അങ്ങനെയുള്ള എന്തായിരിക്കും അച്ഛനെ വളർത്തിയത്? പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിന്നെ പാസ്റ്ററിങ് ഉണ്ടായിരുന്നു. തിരുത്തിമറ്റച്ഛൻ്റെ അടുത്ത് റെഗുലറായിട്ട് പോകുമായിരുന്നു. അങ്ങനെയുള്ള ചൈതന്യത്തിലാണ് വളർന്നത്. പിന്നെ ലയോളയിലാണ് ആദ്യത്തെ കുറേ മീറ്റിങ്ങുകൾ നടന്നത്. കേരളത്തിൽ ഒരു സംവിധാനം ഉണ്ടാകുന്നതിന്, KST ഉണ്ടാകുന്നതിന് മുമ്പ് ലയോളയിൽ ഫാദർ ജോസഫ് കിഴക്കേടം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയി കരിസ്മാറ്റിക് തിയോളജിയൊക്കെ പഠിച്ചു വന്നതാണ്. അപ്പോൾ അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ആലീസ് കുട്ടിയും എഡ്വേർഡ് എടേഴത്തും സ്റ്റെഫനി പാപ്പാളിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഗ്രേഷൻ അച്ഛൻ വരുമായിരുന്നു, ജെറോം പിതാവ് വരുമായിരുന്നു. അങ്ങനെയുള്ള ചെറിയ ജെറോം പിതാവ് കൊല്ലം ബിഷപ്പാണോ അതോ? ഇല്ല, കൊല്ലം ബിഷപ്പായിരുന്നു അവസാന കാലഘട്ടത്തിൽ ആയിരുന്നു. ബിഷപ്പ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിൻ്റെ അവസാന കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആധികാരികമായിട്ട് KCBCയിലൊക്കെ കരിസ്മാറ്റിക് നവീകരണത്തെ പറ്റി പറയാനായിട്ട് നമുക്ക് നല്ല ഒരു മൗത്ത് പീസായിട്ട് പിതാവിനെ കിട്ടി. നിങ്ങളിങ്ങനെ റെഗുലറായി മീറ്റിങ്ങുകൾ? റെഗുലറായി ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ 1-2 ദിവസത്തെ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കുചേരുമായിരുന്നു. പിന്നെ ആലിസ് കുട്ടിയും സ്റ്റെഫനിയും ഒക്കെയാണ് എന്നെ വീഴ്ത്തിയത് കൂടുതലായിട്ട് വലിയ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനായിട്ട്. കാരണം അവരുടെ ജീവിതം കണ്ടപ്പോഴത്തേക്ക്, അവരുടെ പ്രതിബദ്ധത കണ്ടപ്പോഴത്തേക്ക്, എഡ്വേർഡ് അവിടെ നിന്നാണ് പഠിച്ചത്. UC കോളേജിൽ പഠിച്ച അവസരത്തിൽ 1-2 വർഷം അവിടെയായിരുന്നു, ലയോളയിലായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനം എനിക്കുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അതിനുശേഷം അച്ഛനൊരു ഫുൾ ടൈം നവീകരണ ശുശ്രൂഷകനായിട്ട് പിന്നീട് അച്ഛൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയ മറ്റു ഉത്തരവാദിത്തങ്ങളല്ല അച്ഛൻ കൂടുതലും വഹിച്ചിരുന്നത് കരിസ്മാറ്റിക് നവീകരണത്തിലെ പല കാര്യങ്ങളിലുമാണ്. സൊസൈറ്റിയിൽ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഞാൻ ഇത് ഏറ്റെടുക്കുമായിരുന്നു. എൻ്റെ സുപ്പീരിയേഴ്സിന് അത് താല്പര്യവുമായിരുന്നു. കാരണം എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുമായിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് എവിടെ വേണമെങ്കിലും പോകാനായിട്ട് അവരെന്നെ അനുവദിക്കുമായിരുന്നു. ഈ അവസരത്തിലാണ് 81 നമ്മുടെ ആദ്യത്തെ കരിസ്മാറ്റിക് കൺവെൻഷൻ തേവര കോളേജിൽ വെച്ച് നടക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൺവെൻഷൻ. അത് 5ാം ദേശീയ കൺവെൻഷനാണ്. അപ്പോൾ അതിനു മുമ്പ് കിഴക്കേടം അച്ഛൻ ഒരു 3 മാസത്തേക്ക് KST രൂപവൽക്കരിച്ചതിന് ശേഷം ഒരു 3 മാസത്തേക്ക് അദ്ദേഹം ചെയർമാനായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തു. പിന്നെ ജെറോം പിതാവും തുരുത്തിമറ്റച്ഛനൊക്കെയാണ് ഇന്റരിമായിട്ട് നിന്ന് പ്രവർത്തിച്ചത്. അപ്പോൾ ഈ കൺവെൻഷനെ പറ്റി 81 കൺവെൻഷനെ പറ്റി ചിന്തിക്കാൻ വന്നപ്പോഴത്തേക്ക് ജീനോ ഹെൻറിക്സ് ഫിയോ ആയിരുന്നു, ഫിയോ മസ്കരനസ് ആയിരുന്നു. അപ്പം അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു ചെയർമാനെ ആവശ്യമുണ്ട്, അത് സ്ഥിരതയുള്ള ചെയർമാനായിരിക്കണം. കാരണം ഇവരൊക്കെ 2-3 പേരുണ്ടായിരുന്നു, മുമ്പേ ഉണ്ടായിരുന്നവർ പല കാരണങ്ങളാൽ മാറേണ്ടി വന്നു. പിതാവിന് പ്രായാധിക്യമായിരുന്നു. തുരുത്തിമറ്റച്ഛൻ അങ്ങ്
കുരാച്ചിൻ്റെലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഇവിടെ സ്ഥിരതയുള്ള ഒരാളിനെ ആവശ്യമാണ്. കൺവെൻഷൻ്റെ പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ ചെയർമാനായിട്ട് സ്വീകരിച്ചു. നമ്മുടെ ജെയിംസ് എബ്രഹാം ആയിരുന്നു എൻ്റെ വൈസ് ചെയർമാന്. അതോടുകൂടി പ്രവർത്തനങ്ങൾ കൂടുതൽ വിശാലമായി തീർന്നു. അതിന് നമ്മൾ ഇട്ട പേരാണ് KST. KST അത് 1977 KSTയുടെ രൂപീകരണം മഞ്ഞുമേൽ വെച്ച്. എന്നിട്ട് ഈ അച്ഛൻ ആദ്യത്തെ ഈ KSTയുടെ സ്ഥിരതയുള്ള ചെയർമാൻ. അത് ഞാൻ 7 വർഷത്തോളം അത് പോയി. 3 ടേംസ് തന്നെ അവർ വീണ്ടും നിയോഗിച്ചു. ആ രീതിയിൽ പോകാനായിട്ട് തമ്പുരാൻ അവസരം. ഈ 81 ഇവിടെ നടന്ന ആ ഒരു കൺവെൻഷനോടെയാണോ കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം വ്യാപിക്കാനായിട്ട്? 81 ഡിസംബറിൽ അത് വലിയ ഒരു മൈലേജ് നവീകരണത്തിന് നൽകി. അതുവരെയും പിതാക്കന്മാരോടൊക്കെ നവീകരണത്തെപ്പറ്റി പറയാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം നവീകരണത്തിലെ ചില പാളിച്ചകൾ എന്ന് പറയുമ്പോഴത്തെ പെന്തക്കോസ്റ്റൽ ചായ്വ് കൂടുതലാണെന്ന് അവർക്ക് ചിന്ത വന്ന് അത് സഭ ആ രീതിയിൽ പോകും, വഷളാകും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദ്യകാല ധ്യാനം നടന്ന 1-2 സങ്കേതങ്ങളിൽ 1-2 ധ്യാനാശ്രമങ്ങളിൽ ചില ഒരു മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ധ്യാനത്തിൻ്റെ ഫലമായിട്ട് വന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞങ്ങൾ പഠിച്ചപ്പോഴത്തേക്ക് ഇതാണ്. സൈക്കോട്ടിക്സ് ആയിട്ടുള്ള ആൾക്കാർ ധ്യാനത്തിന് വന്ന് ഉറക്കം വിളച്ചിരുന്നപ്പോഴത്തേക്ക് അത് അഗ്രവേറ്റ് ചെയ്തതാണ്, അത് കൂടിയതാണ്. പക്ഷേ പിതാക്കന്മാർ ആ രീതിയിൽ അത് മനസ്സിലാക്കിയില്ല. അത് പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു. പിന്നെ കൗൺസിലിങ്ങിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പിതാക്കന്മാരെ അത്ര പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. പക്ഷെ പിന്നീട് ഈ കൺവെൻഷൻ കഴിഞ്ഞതോടുകൂടി ഇത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളെല്ലാം പലയിടത്തും ഷൂട്ടപ്പ് ചെയ്ത് നല്ല രീതിയിൽ ജീവിതം നവീകരണം വരുന്നത് കണ്ടപ്പോഴത്തേക്ക് പിതാക്കന്മാർ സ്റ്റേജിൽ നിന്നിട്ട് പറയാൻ തുടങ്ങി, ഇത് വളരെ നല്ലൊരു കാര്യമാണ്, നമ്മുടെ ഇടവകയിൽ നമ്മുടെ രൂപതയിലും അത് പ്രചരിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സംസാരമുണ്ടായിരുന്നു. അപ്പോൾ നവീകരണത്തിന് ആദ്യം ഉണ്ടായിരുന്ന ഒരു ഷോക്ക് അത് ഇതോടുകൂടി മാറി, കൺവെൻഷനോടുകൂടി. പിന്നീട് ധാരാളം വൈദികരും അന്ന് തന്നെ കൺവെൻഷനിൽ ഏതാണ്ട് ഒരു 100-200ഓളം വൈദികരുണ്ടായിരുന്നു, 100-600 സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, 20,000 ആൾക്കാർ അതിൽ സംബന്ധിച്ചു. കേരളത്തിൽ അതൊരു അപൂർവ സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. 1981 കർത്താവിൻ്റെ ആത്മാവ് കേരള സഭയിൽ പറന്നിറങ്ങിയ വർഷം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തീഷ്ണതയുള്ള ആത്മായ പ്രേക്ഷിതരും വൈദികരും സന്യസ്തരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പുതിയ ശക്തി ധരിച്ച വർഷം. കരിസ്മാറ്റിക് എന്ന പദം കേരള സഭയിൽ ചർച്ച ചെയ്യപ്പെട്ട വർഷം. ഈ പേരിനുള്ളിലെ അഭിഷേകം പോലെ തന്നെ അനേകം സുവിശേഷ ധീരന്മാർ ഉണർന്നെഴുന്നേറ്റ് നാനാ ദിക്കുകളിലേക്കും വരദാനങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇവിടെ നിന്നും യാത്രയായി. അന്നേ വരെ പന്തക്കുസ്താനുഭവം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിച്ചു ഗ്രഹിച്ച ഒരു സംഭവമായിരുന്നെങ്കിൽ അന്നു മുതൽ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവമായി അവർക്കത് മാറി. ഈ അനുഭവത്തിന് ശേഷം ഈ സമൂഹത്തെ തൻ്റെ ആത്മാവിൻ്റെ തണലിൽ സംരക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചത് ബഹുമാനപ്പെട്ട അബ്രഹാം പള്ളിവാതുക്കൽ അച്ഛനെയായിരുന്നു. അച്ഛാ, സത്യത്തിൽ 1981 22,000 ആളുകൾ ഒന്നിച്ചുകൂട്ടി ഒരു കൺവെൻഷൻ കേരളത്തിൽ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഇടപെടൽ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ഇടപെടൽ അതിനകത്തുണ്ടായി എന്നാണ് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായിട്ടും അച്ഛൻ അതിനെ ആ കൺവെൻഷനെ അച്ഛനൊന്ന് സ്മരിക്കാമോ? അതിലൂടെയാണ് അച്ഛൻ പറഞ്ഞു കരിസ്മാറ്റിക് നവീകരണം കേരളത്തിലേക്ക് വ്യാപിച്ചത്, ഇടവകളിലേക്ക് ഇത് ഇറങ്ങിയത് ഒക്കെ ഇതിലൂടെയാണ്, ഈ കൺവെൻഷനിലൂടെയാണ്. 81 ഈ നാഷണൽ കൺവെൻഷൻ കേരളത്തിൽ വെച്ച് നടന്ന ഈ കൺവെൻഷനെ കുറിച്ച് അച്ഛൻ്റെ ചില ഓർമ്മകൾ. ഈ നാഷണൽ കൺവെൻഷൻ്റെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞ് അന്ന് ഒരു ദിവസം വൈകിട്ടാണ്, ഡിസംബർ തീയതി ഞാൻ ഓർക്കുന്നില്ല, വൈകിട്ടാണ് തുടങ്ങുന്നത്. അന്ന് ആ ദിവസം ബന്ദായിരുന്നു കേരളത്തിൽ. ആളുകൾ ആലുവായിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നു വന്ന ആൾക്കാരുണ്ട് തേവരയിലേക്ക്. അത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്നാണ് ആളുകൾ വന്നിരുന്നത്. പക്ഷെ എന്നിട്ടും
അന്ന് വൈകിട്ടൊരു 8,000-10,000 ആൾക്കാരോളം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം മുഴുവൻ വണ്ടികളുണ്ടായിരുന്നു. ഏതായാലും ധാരാളം അച്ഛന്മാർ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അവരുടെ ഇടവകളിൽ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തുടങ്ങി. ആൾക്കാർ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു പ്രതീതിയാണ്. വചനബദ്ധമായ ജീവിതം നയിക്കുന്നതും ഫ്രീക്വൻറ്റിങ് കുദാശകൾ കൂടെ സ്വീകരിക്കുന്നതും പള്ളിയിൽ ആളുകൾ ഒരു 3-4 ഇരട്ടി വീതം വർദ്ധിക്കുകയായിരുന്നു പള്ളിയിൽ അറ്റൻഡൻസ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ 81 കരിസ്മാറ്റിക് നവീകരണം കേരളത്തിൽ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കേരളം മുഴുവനും ഇത്രയും ആൾക്കാരെ കൊണ്ടുവരാനുള്ള നെറ്റ്വർക്ക് നമുക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 77 KST തുടങ്ങിയത്. അതിനുശേഷം KST അംഗങ്ങൾ വിവിധ ഭാഗങ്ങളിൽ പോയിക്കൊണ്ട് ഇത് അന്ന് ഏതാണ്ട് 12 സോണുകൾ മറ്റുണ്ടായിരുന്നു. 12 സോണുകളായിട്ടാണ് കേരളത്തിൽ തിരിച്ചിരുന്നത്. നമ്മുടെ മേരിക്കുട്ടിയും എഡ്വേർഡ് എഴുത്തും ആലീസ് കുട്ടിയും ഒക്കെ വിവിധ സോണുകളിൽ പോയി ശക്തമായ രീതിയിൽ ഈ കൺവെൻഷനെ പറ്റി സംസാരിച്ചു. ഓപ്ഷൻ ഫോർ ദ പൂർ ആയിരുന്നു അതിൻ്റെ കൺവെൻഷൻ്റെ വിഷയം. അപ്പോൾ അതൊക്കെ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്തപ്പോഴത്തേക്ക് ധാരാളം ആളുകൾ പ്രചോദിതരായിട്ട് കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വന്നു. തന്നെയുമല്ല, എനിക്ക് തോന്നുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും വളരെ ശക്തമായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമായത്. കാരണം അന്ന് പല അച്ഛന്മാരും ബിഷപ്സും പറഞ്ഞു, ഇതൊക്കെ ചുമ്മാതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിച്ച് പോവുകയുള്ളൂ എന്നുള്ള ഒരു രീതിയിലാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് ആളുകളുടെ കണ്ണുകൾ തള്ളി. അവർ പറയാൻ തുടങ്ങി, ഇത് മനുഷ്യപ്രയത്നമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് ശക്തമായിട്ട് പറയാനായിട്ട്. അന്നും ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കൺവെൻഷനിൽ അന്നുണ്ടായിരുന്നു. കൺവെൻഷൻ ഗ്രൗണ്ടിൽ 3-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു, ഒരു വലിയ പാമ്പ് ഗ്രൗണ്ടിൽ, കൺവെൻഷൻ പന്തലിൽ അത് ആളുകൾ ആകപ്പാടെ പേടിച്ച് കസേരയിലൊക്കെ കയറുന്ന കുറേ കസേരകളൊക്കെ ഒടിഞ്ഞു. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ജീനോ സ്റ്റേജിലുണ്ടായിരുന്ന അവസരത്തിലായിരുന്നു. അദ്ദേഹം ഒരു പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പാമ്പ് തന്നെ ഇത് കണ്ടപ്പോൾ ഇത് ഭയങ്കരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആളുകൾക്ക്. പിന്നെ ധാരാളം ഹീലിങ്സ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ആളുകൾക്ക് കൂടുതൽ പ്രതിബദ്ധതയിലേക്ക് വരാനുള്ള പ്രചോദനമായിരുന്നിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പല ഇടവകകളിലും അവരാരംഭിച്ചു. അത് ഭാഷാപരത്തോടുകൂടി പ്രാർത്ഥിക്കുവാനും കരിസ്മാറ്റിക് വരദാനങ്ങൾ ഉപയോഗിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കൂടുതൽ പ്രചാരം ഇതിന് കിട്ടി. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ ഇനിയും കേരളത്തിലെ കരിസ്മാറ്റിക് സമൂഹത്തിന് പ്രചോദനമേകേണ്ടതുണ്ട്. കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ കൂടുതൽ ദർശനങ്ങൾക്കും അച്ഛനെ ദൈവം നടത്തിയ വഴികൾക്കുമായി നമുക്ക് കാത്തിരിക്കാം അടുത്ത എപ്പിസോഡുകളിൽ. അച്ഛൻ്റെ അനുഭവങ്ങളിലൂടെ അച്ഛൻ ഞങ്ങൾക്ക് നൽകിയ പ്രചോദനത്തിന്, അച്ഛൻ്റെ വാക്കുകൾ ഞങ്ങളെ പ്രചോദിപ്പിച്ചു. അച്ഛൻ്റെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് അതിലേറെ ഉത്തേജനം നൽകി. അച്ഛൻ്റെ ഈ വാക്കുകൾക്കും അച്ഛൻ പങ്കുവച്ച കാര്യങ്ങൾക്കും പ്രത്യേകം ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛന് നന്ദി പറയും. വെൽക്കം. താങ്ക് യു. അതെ, ഇതൊരു യാത്രയായിരുന്നു. മോശയെപ്പോലെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് വലിയ പ്രതിസന്ധികൾക്ക് നടുവിലും സ്വർഗത്തിലേക്ക് നോക്കി യാത്ര ചെയ്ത ഒരു അഭിഷിക്തന്റെ ആത്മാവിൽ നിറഞ്ഞുള്ള യാത്ര. ഈ കാലടിപ്പാടുകൾ പിന്തുടർന്നാണ് നാം പുതിയ തീരങ്ങളിലേക്ക് ചെന്നുചേർന്നത്. യേശു തൻ്റെ വാഗ്ദാനമായ ആത്മാവിനെ വർഷിക്കുമെന്നതിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് ധീരമായി യാത്ര ചെയ്ത ഈ വൈദികന്റെ പങ്കുവയ്ക്കലുകൾ തുടരും. ആരെനിക്കായി പോകും പാടുവാനെൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ നഗ്നതയോ, ക്ലേശമോ ദുരിതമോ പീഡനമോ രോഗമോ ദുഃഖമോ
അകറ്റുകില്ലെന്നേ, ഒരു നാളും അകറ്റുകില്ലെന്നേ, കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. അകറ്റുകില്ലെന്നേ, ഒരു നാളും അകറ്റുകില്ലെന്നേ, കർത്താവേ നിൻ സ്നേഹത്തിൽ നിന്നും. ആരെനിക്കായി പോകും, ആരെനിക്കായി പോകും, പാകുവാനിൻ വചനം ഏകുവാനൊരു സാക്ഷ്യം. ഞാൻ നിനക്കായി പോകാം, ഞാൻ നിനക്കായി പോകാം, പാകുവാൻ നിൻ വചനം